മണ്ണിന് ബലമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിർത്തിവെച്ച ആമ്പല്ലൂർ അടിപ്പാതയുടെ പണി പുനരാരംഭിച്ചു. നവീകരിച്ച രൂപരേഖ പ്രകാരം ബോക്സ് ടൈപ്പ് അടിപ്പാതയാണ് ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചത്. നിർമ്മാണ ചുമതലയുള്ള സേലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരാർ കമ്പനിയാണ് ദേശീയപാത അതോറിറ്റിയുടെ കൺസൾട്ടൻസി വിഭാഗം അംഗീകരിച്ച പുതിയ രൂപരേഖ തയ്യാറാക്കിയത്. ബോക്സ് ടൈപ്പ് അടിപ്പാതയുടെ അടിത്തറ കോൺക്രീറ്റിടൽ വ്യാഴാഴ്ച പൂർത്തിയായി. 20 മീറ്റർ വീതിയും 5.5 മീറ്റർ ഉയരവുമുള്ള അടിപ്പാതയുടെ ഘടനയിൽ മാറ്റമില്ല. മുൻ നിശ്ചയിച്ച ഇൻഡിവിജ്വൽ പുട്ടിംഗ് ടൈപ്പ് അണ്ടർപാസേജിന്റെ രൂപരേഖ മാറ്റിയാണ് ബോക്സ് ടൈപ്പ് ആക്കിയത്. നേരത്തെ 4 കൂറ്റൻ പില്ലറുകളിൽ വെഹിക്കുലാർ അണ്ടർപാസേജായിട്ടാണ് അടിപ്പാത പണി ആരംഭിച്ചത്. എന്നാൽ 15 അടിയിലേറെ താഴ്ചയിൽ കുഴിയെടുത്ത ശേഷം മണ്ണിന്റെ ബലക്കുറവ് കണ്ടെത്തിയതോടെ കുഴിച്ച കുഴികൾ മൂടുകയും അടിപ്പാതയുടെ പ്രധാന പില്ലറുകളുടെ പണി നിർത്തിവെക്കുകയുമായിരുന്നു. പ്രാഥമിക തയ്യാറെടുപ്പുകൾ പോലുമില്ലാതെ അറിയിച്ചിരുന്നതിനേക്കാൾ നേരത്തെയാണ് ആമ്പല്ലൂരിൽ അടിപ്പാതയുടെ പണി തുടങ്ങിയത്. എന്നാൽ 2 മാസത്തോളമായിട്ടും പണിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. സർവീസ് റോഡ് ഭാഗികമായി നന്നാക്കിയതിനാൽ ഗതാഗതക്കുരുക്ക് നിയന്ത്രണ വിധേയമാണ്. സെപ്റ്റംബർ 24-നാണ് ആമ്പല്ലൂർ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം തുടങ്ങിയത്. നീർത്തടങ്ങൾ ഏറെയുള്ള പ്രദേശത്ത് മണ്ണ് പരിശോധന നടത്താതെ പില്ലറുകൾക്ക് കുഴിയെടുത്തത് വിമർശനത്തിനിടയാക്കിയിരുന്നു. ദേശീയപാതയിൽ ദിവസേന 50,000 വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്താണ് നിർദ്ദിഷ്ട അടിപ്പാത വരുന്നത്. സാധാരണ അടിപ്പാതകളിൽ നിന്നും വ്യത്യസ്തമായി വലിയ വാഹനങ്ങൾക്ക് മുകളിലൂടെ കടന്നുപോകാൻ സൗകര്യമുള്ള വലിയ പാലമാണ് ആമ്പല്ലൂർ സെന്ററിലൂടെ കടന്നുപോകുന്നത്. മണലി പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന അടിപ്പാത ആമ്പല്ലൂർ സെന്റർ കടന്ന് ശ്രീലക്ഷ്മി തിയേറ്ററിന് സമീപത്തായാണ് ദേശീയപാതയിൽ ചേരുന്നത്. 10 മാസത്തെ നിർമ്മാണ കാലാവധിയാണ് ഉള്ളത്. TCV പുതുക്കാട്.